ഉച്ചക്കലത്തേക്കുള്ള അയില പൊരിച്ചതും പച്ചക്കായ ഉപ്പേരിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചുകറിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വേറെ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറിലോട്ട് ഒരു 5-6 ചുവന്നുള്ളി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് കല്ലുപ്പും കൂടി വാരിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു കുക്കറിൽ ഒരു 5-6 വിസിൽ അത്ര മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയിലോട്ട് കുറച്ച് കൊച്ചുള്ളി, അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ ഇതേപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. അങ്ങനെ നമുക്ക് വെന്ത് വന്ന ചെറുപയറിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പോരാത്തതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്ര മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്ഥിരം കലാപരിപാടി തന്നെയാണ്. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിക്കുക, ചുവന്നുള്ളി, വറ്റൽമുളക്, പിന്നെ കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കുക. അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഒഴിച്ചേറിക്ക് വേറെ എവിടെയും പോകണ്ട. പുട്ടിനൊപ്പം കിട്ടു കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.